الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ അവ്വൽ 12 അന്ന് ലോകത്തിന് അനുഗ്രഹവും വെളിച്ചവുമായി വന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. റബീഉൽ അവ്വൽ മാസം 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, മരണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായക്കാരാണ്. ആ റബീഉൽ അവ്വൽ 12 എങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എമ്പാടും നമുക്ക് വായിക്കാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് പ്രകാരം മദീന ഇരുട്ടിലായ ദിവസം, ഒറ്റ വാചകം അതാണ്, മദീന ഇരുട്ടിലായ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ തേങ്ങിക്കരഞ്ഞ, അവരെല്ലാം മറന്നുപോയ ദിവസം. ഒരുപക്ഷെ ലോകത്ത് അത്രമാത്രം വേദന അനുഭവിച്ച ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസമാണ് റബീഉൽ അവ്വൽ മാസം 12 എന്നുള്ളത്. ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ദിവസത്തെ ആഘോഷമാക്കുന്ന ആളുകളെ നമ്മുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
മദീന തേങ്ങിക്കരഞ്ഞ, സ്വഹാബികൾ സങ്കടപ്പെട്ട, സ്വഹാബികൾക്ക് വിഷമം സാധിക്കാതിരുന്ന റബീഉൽ അവ്വൽ 12 നബിയുടെ മരണ ദിവസം. ആ മരണ ദിവസത്തെ ആഘോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ സുദിനമാക്കി മാറ്റുക എന്നുള്ളത് ഏതൊരു മനുഷ്യനാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഏതൊരാൾക്കാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക? വിശ്വാസികളായ ആളുകൾ ഗൗരവത്തോടുകൂടെ റബീഉൽ അവ്വൽ മാസത്തിൽ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ദിവസം മാത്രം മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ആ ദിവസത്തിലെ പ്രഭാതം മുതൽ പ്രവാചകൻ മരിക്കുന്നത് വരെയുള്ള ഒരല്പസമയമുണ്ട്. ആ സമയങ്ങളിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നാം പഠിച്ചാൽ, നാം മനസ്സിലാക്കിയാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന, സ്വർഗത്തിലേക്കുള്ള മാർഗം പറഞ്ഞു തരുന്ന നിമിഷങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദർഭത്തിലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം അർത്ഥസമ്പൂർണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന ദിവസം. ഉപദേശങ്ങൾ നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ വിശ്വാസികൾക്കുള്ളൊരു ദിനമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്നത് റബീഉൽ അവ്വൽ 12 എന്ന് എല്ലാവർക്കും അറിയാം. അത് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ പോലും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുന്ന, അത് വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിൽ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ് റസൂലുള്ളാഹിയുടെ മരണം റബീഉൽ അവ്വൽ 12 അതിൽ തർക്കമില്ല എന്നുള്ളത്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷം ഏതാണ്? ഞാൻ പറഞ്ഞു, സംശയമില്ല, നബി മരിച്ചത് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെന്നാണ്. പ്രമാണങ്ങൾ പരതുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ക്രിസ്താബ്ദം 570 എന്ന അഭിപ്രായമുണ്ട്, 571 എന്ന അഭിപ്രായമുണ്ട്. അതിനും 15 വർഷം മുമ്പാണ് എന്ന് രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിലല്ല, വർഷത്തിൽ പോലും തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി ജനിച്ച മാസം ഏതാണ്? 5 അഭിപ്രായങ്ങളുണ്ട് ചരിത്രത്തിൽ. റസൂലുള്ളാഹി ജനിച്ച വർഷത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിൽ 5 മാസങ്ങളുടെ പേരുകൾ, മുഹറം മാസത്തിലാണ് എന്ന് പറയുന്നു, സഫർ മാസത്തിലാണ് എന്ന് പറയുന്നു, റബീഉൽ അവ്വലിലാണ് എന്ന് പറയുന്നു, റജബിലാണ് എന്ന് പറയുന്നു, റമദാനിലാണ് എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന മാസത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി ജനിച്ച ദിവസമോ, ചരിത്രം വായിക്കുമ്പോൾ 7 ദിവസങ്ങളിലാണ് പ്രവാചകൻ ജനിച്ചത് എന്ന അഭിപ്രായ വ്യത്യാസം. 7 ഡേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 2-ാം തീയതിയാണ് എന്ന് പറയുന്നവരുണ്ട്, 8-നാണ് എന്ന് പറയുന്നവരുണ്ട്, 9-നാണ് എന്ന് പറയുന്നവരുണ്ട്, 12-നാണ്, 17-നാണ്, 18-നാണ് എന്നിങ്ങനെ 7 അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. തർക്കമില്ലാത്ത വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. പ്രവാചകൻ ജനിച്ചതോ വർഷത്തിൽ തർക്കം, മാസത്തിൽ തർക്കം, അതേപോലെ തന്നെ ദിവസത്തിൽ തർക്കം. ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ ഉണ്ട് എങ്കിലും പ്രബലമായ അഭിപ്രായങ്ങൾ ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷം, അതേപോലെ തന്നെ മാസം, അതേപോലെ തന്നെ ദിവസം, ഇതിലൊക്കെ തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ ഇന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമെന്ന് ക്ലിപ്തപ്പെടുത്തി പറയാൻ പറ്റുന്ന അഭിപ്രായങ്ങളില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ തർക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അബീ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിലും പ്രവാചകൻ ജനിച്ച മാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഡേറ്റിലും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തർക്കമില്ലാത്തൊരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സുഇല അൻ സൗമിൽ ഇത്നൈൻ, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നത്? എന്തിനാണ് നബിയെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലയ്യ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിന്റെ വാചകം?
പ്രവാചകൻ പറഞ്ഞു ഫീഹി വുലിത്തു, അന്നത്തെ ദിവസമാണ് ഞാൻ ജനിച്ചത്. ഏതു ദിവസം? തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിലും മാസത്തിലും അതേപോലെ തന്നെ തീയതികളിലും ഒക്കെ അഭിപ്രായമുണ്ടെങ്കിലും പ്രവാചകൻ ജനിച്ച ദിവസം ഏതാ? അത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ചെയ്ത പണി എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നോമ്പ് നോറ്റു. വഫീഹി ഉൻസില അലയ്യ, ആ ദിവസമാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായത്, ഖുർആൻ ഇറക്കപ്പെട്ടത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച വിഷയത്തിൽ തർക്കമില്ല, പ്രവാചകൻ ജനിച്ച വിഷയത്തിൽ തർക്കമുണ്ട്. പക്ഷേ പ്രവാചകൻ തിരുമേനി ജനിച്ച ദിവസത്തിൽ തർക്കമില്ല, അത് തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ആ ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ടോ? ഉണ്ട്, സംശയമില്ല. ആ ശ്രേഷ്ഠതയുള്ള ദിവസം എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? അതിന് മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോമ്പെടുത്തു. ആ ദിവസത്തിന്റെ പ്രത്യേകതയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുന്നു. ഒരു വർഷത്തിൽ എത്ര തിങ്കളാഴ്ചയുണ്ട്? ഒരു വർഷത്തിൽ 53ഓളം തിങ്കളാഴ്ചകളുണ്ട്. അന്ന് നോമ്പെടുക്കാം. പ്രവാചകന്റെ മാതൃകയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരുടെ അടയാളമാണ് സാധിക്കുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും ആ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പെടുത്തതാണ് ചരിത്രത്തിലെമ്പാടും നമ്മൾ വായിക്കുന്നത്. 1400 വർഷങ്ങളായി ലോകത്തുള്ള മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടെ, ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാതെ എല്ലാവരും പറയുന്ന കാര്യമാണ് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണമെന്നുള്ളത്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അന്നത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ് എന്നുള്ളതാണ്. തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നോമ്പ് നോറ്റത്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയായിരിക്കാം. എന്നാൽ അവർ പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനാഘോഷം ആരംഭിച്ചത്? അതാരാണ് തുടങ്ങി വെച്ചത്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആരംഭിച്ചത് ആരാണ് എന്ന് പഠിച്ചാൽ ഒരിക്കലും അവർ ജന്മദിനം ആഘോഷിക്കുകയില്ല. അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുകയില്ല. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഉബൈദികൾ എന്ന് പറയുന്ന ഉബൈദികളായ ആളുകൾ അവർ സ്വയം പറയാറുള്ളത് ഞങ്ങൾ ഫാത്തിമിയാക്കളാണ് എന്നാണ്. ഞങ്ങൾ ഫാത്തിമിയാക്കളാണ് എന്ന് പറയുന്ന ആളുകൾ, പക്ഷെ അവര് ഉബൈദികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഇതേ രീതിയല്ല, ഇതേ രൂപമല്ല. രൂപങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, രൂപങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഹിജ്റ വർഷം 362 ആ ആളുകൾക്ക് ഭരണം ലഭിക്കുന്നത്. ഇറാഖിന്റെയും പേർഷ്യയുടെയും ഇടയിലുള്ള അഹ്വാസി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഇബ്നു ദൈസാൻ അൽ ഖദ്ദാഹി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അൽ ഖൗലുൽ ഫസ്ൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ വളരെ കൃത്യമായി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ ആരായിരുന്നു എന്നറിയുമോ? ഇമാം ജാഫർ സാദിഖിന്റെ അടിമയായിരുന്നു അദ്ദേഹം. ഇവരുടെ പിൻഗാമികളാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ ഇത്തരത്തിലുള്ള സമ്പ്രദായം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ തുടങ്ങിയ ആൾക്കാര് നബിന്റെ കുടുംബക്കാരല്ല, അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളല്ല, മറിച്ച് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ അടിമയായിരുന്നു. അവരാണ് പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മൗലൂദുകൾ അതുണ്ടാക്കുന്നത്. അവര് 5 മൗലൂദുകൾ ഉണ്ടാക്കി എന്നാണ്. 5 മൗലൂദുകളാണ് ആദ്യമായി ഉണ്ടാക്കുന്നത്. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ, അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ രണ്ടുപേരുടെയും പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അങ്ങനെ 5 മൗലൂദ്. അതിന്റെ പുറമെ അങ്ങനെ 5 മൗലൂദ്. അതിന്റെ പുറമെ അവര് ഒരു മൗലൂദ് കൂടെ ഉണ്ടാക്കി. അന്ന് ആ കാലഘട്ടത്തിൽ ഹാദിറുള്ള, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയുടെ പേരിൽ സ്വീകാര്യത കിട്ടാൻ, അയാൾ തള്ളിക്കളയാതിരിക്കാൻ, അങ്ങനെ ഭരണത്തിന്റെ തണലിൽ അവരെന്ത് ചെയ്തു? അതൊരു ആഘോഷമാക്കി മാറ്റി. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഹിജ്റ വർഷം 362 ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നമ്മൾ മനസ്സിലാക്കി. ഈ ആളുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഹിജ്റ 402 മക്കയിലെ മുസ്ലിങ്ങൾ അവര് സമ്മേളിച്ച ഒരു സമ്മേളനമുണ്ട്. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, നബിയോ സഹാബികളോ കാണിച്ചു തന്നിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള മൗലൂദുകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നതിനെതിരെ ആ പണ്ഡിതന്മാർ സംസാരിച്ചത് ഹിജ്റ വർഷം 402 അവർ സംസാരിച്ചത് കാണാൻ പറ്റും. എന്താ അവർ പറഞ്ഞ വാചകം എന്നറിയോ?
وأن هذا الناجم بمصر هو وسلفه كفار فساق فجار. ഒരുപക്ഷെ ഈ മിമ്പറിൽ നിന്ന് പറയാൻ പോലും കൊള്ളാത്ത അത്തരത്തിലുള്ള ആളുകളാണ് ആര്? ഈ ഏർപ്പാട് തുടങ്ങിയ ആൾക്കാർ എന്ന്. അഥവാ നബിദിനം എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകളുടെ പേരിൽ മൗലൂദ് ഉണ്ടാക്കിയ ആളുകൾ അവരാരാ? അവർ ഫുസാക്കുകളാണ്. എന്താ ഫുസാക്ക് പറഞ്ഞാൽ? തമ്മാടികളാണ്, കുഫാറുകളാണ്. എന്താ കുഫാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥറിയാം. ഇതെന്റെ വാചകമല്ല. ഹിജ്റ 402 മക്കയിൽ അന്ന് ചേർന്ന മുസ്ലിം പണ്ഡിതന്മാർ അവരേകോപിച്ച് പറഞ്ഞൊരു വാചകമാണ്. മുൽഹിദൂന. മുൽഹിദ് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് തെറിച്ചുപോയ ആൾക്കാരാ, ഈ യുക്തിവാദികളെ പോലെയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞത് അവർ യഥാർത്ഥത്തിൽ വഹല്ലുൽ ഖുമൂർ, മദ്യത്തെ അനുവദനീയമാക്കിയ ആൾക്കാരാണ്, കള്ളുടിക്കാന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. വഅബാഹുൽ ഫുറൂജ്, വ്യഭിചാരത്തെ വ്യാപകമാക്കിയ ആൾക്കാരാണ്, അതിന് അനുവാദം കൊടുത്ത ആൾക്കാരാണ്, രക്തം ചിന്തുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ തുടങ്ങിയൊരു പരിപാടിയാണ് ഇത്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഇതിന്റെ തുടക്കതാണ് അവിടുന്ന് അത് തുടങ്ങിയത്. ഹിജ്റ 362 ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള തോന്നിവാസികളായ തമ്മാടികളായ ആളുകൾ ആരംഭിച്ച ഒരു പരിപാടിയാണ്. ഏത് പരിപാടി? ഇത്തരത്തിലുള്ള ജന്മദിനാഘോഷം എന്നുള്ളത്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ ഈ പരിപാടി പരിചയമല്ല. മഹാനായ ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നഅമലൽ മൗലിദി ഹദത ബഅദ ഖുറൂനി സലാസ. എല്ലാവർക്കും പരിചയമുള്ള വാചകമാണ്. ഇമാം സഖാവി പറഞ്ഞത്, നിശ്ചയം ഈ മൗലീദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 തലമുറകൾക്ക് ശേഷം വന്നതാണെന്ന്. ഹിജ്റ 3 തലമുറകൾക്ക് ശേഷം വന്നു. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസർ അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ മൗലൂദിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തരാം. ഫഅജാബ ബിമാ നസ്സുഹു അസ്ലു അമലിൽ മൗലൂദി ബിദ്അ. ഈ ബിദ്അത്ത്, ഈ മൗലിദ് ആഘോഷം എന്നുള്ളത് ബിദ്അത്താണെന്നാണ്. എന്താ ബിദ്അത്താണ്? പുത്തൻ ആചാരം. നബിക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത, ദീനിൽ നിന്ന് നമുക്ക് കാണാത്ത, സലഫുകൾക്ക് പരിചയമില്ലാത്ത സമ്പ്രദായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയ കാര്യമാണ്. സാധാരണ പറയും, നമ്മുടെ നാട്ടിൽ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർ പറയും, സഹോദരങ്ങളെ അതിന് ഖുർആനിൽ തെളിവുണ്ട്, വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് അവർ പറയാറുള്ളത്. അവർ പറയും ഫബിദാലിക ഫൽയഫ്റഹു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫബിദാലിക ഫൽയഫ്റഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിക്കണം എന്ന് ഖുർആനിലില്ലേ? ശരി, നമുക്കത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ഖുർആനിൽ ഉണ്ടെങ്കിൽ ഈ ഖുർആനിലെ ആയത്ത് എന്താ? ഇത് അംറാണ്. അംർ എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനയാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ഇത് പ്രാവർത്തികമാക്കണം. ഇത് കേട്ട ആളുകൾ, ഖുർആനിൽ ഒരു അംർ ഉണ്ടെങ്കിൽ, ഖുർആനിൽ പറയാം നിസ്കരിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്? ഖുർആനിലുണ്ട്. നമ്മളെന്തിനാ ഹജ്ജിന് പോകുന്ന? ഖുർആനിലുണ്ട്. അതേപോലെ ഖുർആൻ കൽപ്പിച്ച ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആരാ? ഇത് ആദ്യം ചെയ്യേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആനിൽ നബിയോട് പറയാ, നബിയെ ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങളതിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ജന്മദിനമാണ് ഉദ്ദേശമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മാതൃക കാണിക്കണ്ടേ? ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ആഘോഷം സംഘടിപ്പിക്കണ്ടേ? ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായില്ല എന്നാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് അത് മനസ്സിലായിട്ടില്ല എന്നാ, ഇനി അതുമല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറച്ചു വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഖുർആനിൽ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന വലിയ അപകടം എന്താ? അള്ളാന്റെ റസൂലിന് അത് മനസ്സിലായിട്ടില്ല, സ്വഹാബികൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഇനി സാധാരണ തെളിവ് പറയും, അബൂലഹബ് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് അബൂലഹബ് പോലും സന്തോഷിച്ചു എന്ന് പറയാറുണ്ട്, തെളിവ് പറയാറുണ്ട് അല്ലെ? അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ശരി, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അബൂലഹബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ സന്തോഷം പ്രകടിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച 53 വർഷക്കാലമുണ്ട്. 1-2 വർഷമല്ല, 53 വർഷക്കാലം. ഈ 53 വർഷക്കാലത്തിനിടയിൽ എൻ്റെ കുടുംബക്കാരനായ അബൂജഹല് പോലും എൻ്റെ ജന്മത്തിൽ സന്തോഷിച്ചു. അതുകൊണ്ട് അത് എൻ്റെ ആളുകളെ പഠിപ്പിക്കണം, സ്വഹാബികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താത്തത് എന്തേ? പ്രവാചകൻ കാണിച്ചു തരാത്തന്തേ? നോക്കൂ നിങ്ങൾ, നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് മതത്തിൽ അനുവദിച്ച കാര്യമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ചെയ്യും, ഒരു സംശയമല്ല. പക്ഷേ മതത്തിൽ പ്രവാചകന്റേത് എന്നല്ല ഒരാളുടെയും ജനനം ആഘോഷിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് നമ്മുടേതാകട്ടെ, നമ്മുടെ കുട്ടികൾ ആരുടേതും ആഘോഷിക്കാൻ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാർ, ഒരു തെളിവുമില്ല.
ഇസ്ലാമിൽ ജനനത്തിനോ മരണത്തിനോ അല്ല പ്രാധാന്യം, മറിച്ച് കർമ്മങ്ങൾക്കാണ്. ആ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തി എന്താണ്, അതിനാണ് പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥാനമുള്ളത് എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ദീനിലുള്ള കാര്യമല്ല. ഇനി പറയുന്ന ആൾക്കാർ ദീന് പൂർത്തിയാക്കിയതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ 10 വർഷം ജീവിച്ചു. അങ്ങനെ 63-ാമത്തെ വയസ്സിൽ മരിച്ചു. ആ മരണത്തിന്റെ മുൻപ് റസൂലുള്ളാഹി മതം പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു 4.5 കൊല്ലത്തോളം ഭരിച്ചു. അദ്ദേഹം നബിദിനം കൊണ്ടാടിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം ഭരിച്ചു, കൊണ്ടാടിയിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് നമുക്ക് തെളിവില്ല. കാരണം എന്താ? അത് ദീനിലില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദീനിലില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത ഒരു കാര്യം ദീനാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുള്ളത് 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നബിദിനം എന്നുള്ളതാണ്. 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നബിദിനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 2 പെരുന്നാളുകൾ നമുക്ക് ആഘോഷമാണെന്ന് എവിടുന്നാ കിട്ടിയത്? അത് ഹദീസിൽ തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. പ്രവാചകൻ പറഞ്ഞതാ, നിങ്ങൾക്ക് 2 ആഘോഷങ്ങളുണ്ട്. ഒന്ന് ഈദുൽ ഫിത്റാണ്, ഒന്ന് ഈദുൽ അദ്ഹയാണ്. നബിയുടെ അധ്യാപനമാണ്. എന്തേ അതിനേക്കാൾ വലിയ ഒരു ആഘോഷം നബിദിനമാണ് എങ്കിൽ ആ ആഘോഷത്തെക്കുറിച്ച് എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഷ്ണം? എത്ര ഹദീസുകളുണ്ട്, എത്രയെത്ര ഹദീസുകൾ, എത്രയെത്ര പണ്ഡിതന്മാർ, അയിമ്മത്തിന്റെ ഇമാമുകൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഇമാമുകളായ ആളുകൾ അവർ ജന്മദിനം ആഘോഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് ഗ്രന്ഥകാരന്മാർ തന്നെ പറഞ്ഞത് അക്കാലൂൻ, തീറ്റക്കൊതിയന്മാരായ ആൾക്കാരെന്നാ. എന്റെ വാചകല്ല, ഞാൻ പറഞ്ഞുണ്ടാക്കിയ വാചകല്ല. തീറ്റക്കൊതിയന്മാരായ ആൾക്കാര്, അവരാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ തുടങ്ങിയത് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞില്ല, പക്ഷെ ഇത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു തരാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്തൊരു കാര്യം ദീനല്ല. അതാര് പറഞ്ഞാലും ശരി, ഏത് സ്ഥാനത്തുള്ള ആൾ പറഞ്ഞാലും ശരി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. പ്രവാചകൻ പൂർത്തീകരിച്ച ദീനിനെ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അതെന്താ അറിയോ? റസൂലുള്ളാഹിയെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ്. റസൂലിനെ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയുമാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഹദീസുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത്, ഫല വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്താണ്. എന്താണ് അല്ലാഹു പറയുന്നത്? നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ തന്നെ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ചനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. ഇതാണ് നബിനോടുള്ള കടമ. നബി നമ്മുടെ ഇടയിൽ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുക. നബി ചെയ്ത് ദീനാണ്, നബി ചെയ്യാത്തതല്ല ദീനല്ല. നബി അതിനാ വന്നത്, ദീന് പൂർത്തീകരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശർ അല്ലാഹു പറഞ്ഞു, എന്തൊന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. എന്തൊന്നിൽ നിന്ന് മാറി നിൽക്കണമെന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചത് അതിൽ നിങ്ങൾ അകന്നു അത് ഒഴിവാക്കിക്കോളൂ. ഇതാണ് നബിയോടുള്ള കടമ. പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുക, പ്രവാചകൻ പറഞ്ഞത് കേൾക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അവിടെ ഒരു ചോദ്യമുണ്ട്, പ്രവാചകനെ മദ്ഹ് ചെയ്തുകൂടെ? അള്ളാന്റെ റസൂലിനെ മദ്ഹ് പറഞ്ഞുകൂടെ? എന്താ സംശയം സഹോദരങ്ങളെ? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആർക്കാ സംശയം അതിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയണ്ടേ? പറയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കണം.
എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വലാത്തിന്റെ മഹത്വങ്ങൾ എണ്ണി പറയുന്ന ധാരാളം ഹദീസുകൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്ത് ചെയ്യേണ്ട, പ്രവാചകന്റെ പേര് കെട്ടിവെക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പ്രവാചകൻ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അത്തരം ആളുകൾ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട് ദീനിനെ ഗൗരവമായി പഠിക്കുക, ഉൾക്കൊള്ളുക, ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ പ്രകടമാക്കേണ്ടതല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹിയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്തും ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സ്വഹാബികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവലം യകുൻ ഷിഫാ അൽ അയ്യി അസ്സുഅൽ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അറിവില്ലായ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ചോദ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അഥവാ അറിയാത്ത കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അത് ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ പഠിക്കാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയാൻ പാടില്ല. നമ്മളതിനെക്കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ മുൻപ് എന്താണ് ആ കാര്യമെന്ന് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു ആഘോഷത്തിൻ്റെ സമയത്താണുള്ളത്. മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരാഘോഷം കൊണ്ടാടുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇതര സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടേതായ ആഘോഷമുണ്ട്, അതിനവർക്ക് അവകാശമുണ്ട്, അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട് അങ്ങനെയുള്ള നാടാണ്. പക്ഷെ ഒരു മുസ്ലിം അവനാരാണ്? അവനൊരു ആദർശമുള്ളവനാണ്, അവന് കൃത്യമായ നിലപാടുള്ളവനായിരിക്കണം. അപ്പം നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷങ്ങളിൽ നമുക്ക് എത്രമാത്രം പങ്കെടുക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മളതിൽ ഇടപെടേണ്ടത്? അവിടെ മുസ്ലിമിന് കൃത്യമായ നിലപാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിൻ്റെ മുൻപ് തന്നെ, പ്രവാചക തിരുമേനി പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുൻപ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചു നിർത്തിയ ചരിത്രങ്ങൾ വായിക്കാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ, ഒരുപക്ഷെ ഒന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സമയത്ത് പോലും അതിൽ പങ്കെടുക്കാൻ അവസരം കൊടുക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടുവന്ന ചരിത്രങ്ങൾ പ്രവാചക തിരുമേനിയുടെ നുബൂവത്തിൻ്റെ മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആഘോഷങ്ങളിൽ ബഹുദൈവാരാധന കടന്നു വരുന്ന ഒരു ആഘോഷങ്ങളുമായും വിശ്വാസികൾക്ക് ബന്ധപ്പെടാൻ പറ്റൂല. അത് നമ്മുടെ നിലപാടാണ്. അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കേണ്ട ആൾക്കാരെന്നല്ല. ഞാൻ കൃത്യമായി പറയുന്നു, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച ഒരു മുസ്ലിമിന് പങ്കെടുക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അവൻ ആദർശമുള്ളവനാണ്. അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങളോട് മിണ്ടാൻ പാടില്ല, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന അതൊന്നുമല്ല. അതൊക്കെ വേണം. അവരെ സഹായിക്കേണ്ടവരും ചേർത്ത് പിടിക്കേണ്ടവരും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവരും ഒക്കെയാണ് നമ്മൾ. അതിലൊന്നും സംശയം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൊക്കെ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാറി നിൽക്കുന്ന എന്തിനാ? ആദർശപരമായി കൊണ്ട് യോജിപ്പില്ല, ആദർശപരമായി കൊണ്ട് ഐക്യമില്ല. മനസ്സിലായി? ആശയത്തിൽ ഐക്യമില്ല. മാനുഷികമായ സൗഹാർദ്ദമുണ്ട്, മാനുഷികമായ ബന്ധങ്ങളുണ്ട്, പക്ഷേ ആദർശപരമായ ഐക്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അറിയിച്ചു നോക്കൂ, നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ, ആ സഹോദരൻ പിന്നെ അവരുടെ വിശ്വാസപ്രകാരം ശബരിമലക്ക് പോകുന്ന സമയത്ത് പ്രത്യേകമായ വേഷം ധരിക്കുന്നു, അവർ മാംസഭക്ഷണം ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവന് മാംസഭക്ഷണം കൊടുത്താൽ എന്താ അതിൻ്റെ നിലപാടെന്താ?
ഒരു അമുസ്ലിം ശബരിമലക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ മാംസാഹാരം കൊടുക്കുക, അവനെന്താ പറയാ, എനിക്കിത് കഴിക്കാൻ പാടില്ല, എൻ്റെ മതത്തിന്റെ നിയമപ്രകാരം ഇത് പാടില്ല എന്ന് നമ്മളതിനെ വകവെച്ച് കൊടുക്കണം. നമ്മളതിനെ അവഗണിക്കാൻ പാടില്ല. കാരണം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മളെന്തിനാ അതിനെ ചോദ്യം ചെയ്യാൻ പോണത്? അവന്റെ മതം അനുസരിക്കുന്ന, അവന്റെ മതം പറയുന്ന ഒരു നിയമമാണത്. അത് അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ നമുക്കും ഒരു അവകാശമുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ ആദർശം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. മനസ്സിലായില്ലേ? ആ അവകാശങ്ങൾ നിലനിർത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മൾ ആരാകാൻ പാടില്ല? നമ്മൾ കൂടെ കൂടുന്ന ആളുകളാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് സംഭവിക്കുന്ന അപജയം എന്ന് പറയുന്നത് നമ്മൾ കൂടെ കൂടികളാകുന്നു എന്നുള്ളതാണ്. ഒരു ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടിയ അതിന് ഒന്നും നോക്കാതെ ആഘോഷിക്കുക. ഇപ്പൊ 10 ദിവസം നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിൽ 1-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെയുള്ള ഓരോ ദിവസത്തിലും പ്രത്യേകമായ ആരാധനാ രീതികളുണ്ട്. ഒരുപക്ഷെ ആഘോഷിക്കുന്ന ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ആഘോഷം കൊണ്ടാടുന്ന ആളുകൾ പോലും പഠിക്കാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ ദിവസത്തിലും ഒരു ദിവസം ഏത് പൂക്കളമിടണം എന്ന വിഷയത്തിൽ പോലും കൃത്യമായ നിലപാടുകൾ, കൃത്യമായ രീതികൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ, ഇതൊരു എല്ലാവരുടെയും ഉത്സവമാണെന്ന. അങ്ങനെ ഒരു ഉത്സവം അല്ല അത്. അതുകൊണ്ട് തന്നെ ഏത് ആഘോഷമാകട്ടെ, ഏത് സമ്പ്രദായമാകട്ടെ, ബഹുദൈവാരാധന കടന്നു വരുന്ന ഒരു ആഘോഷമാണ് എങ്കിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് അതിൽ നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാക്കണം. ഞാൻ പറഞ്ഞു, അതിൻ്റെ അർത്ഥം അവരുമായി സഹകരിക്കാൻ പാടില്ല എന്നല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടണം, നമ്മൾ അവരെ സഹായിക്കണം. അവരുടെ കുട്ടിക്ക് രോഗമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നിൽ നമ്മൾ ഉണ്ടാകണം. അതിലൊന്നും സംശയമല്ല, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മൾ ഇസ്സത്തുള്ള ആളുകളാകുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആദർശ ബോധമുള്ളവരായി ജീവിക്കുക. ഇബ്രാഹിം നബിയുടെ, നൂഹ് നബിയുടെ, മൂസാ നബിയുടെ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നമുക്ക് പറഞ്ഞെന്തറിയോ? ആദർശത്തെ അവർ സംരക്ഷിച്ചു. അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായി, അവർക്ക് ഇസ്സത്തുണ്ടായി, അവർ പ്രതാപമുള്ള ആളുകളായി. അതുകൊണ്ട് പ്രതാപത്തോടുകൂടെ, അഭിമാനബോധത്തോടു കൂടെ ജീവിക്കാൻ നാം ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ച് ആ ഖുർആനിനെയും സുന്നത്തിനെയും നമുക്കുള്ള വഴികാട്ടിയായി സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിലൂടെ റബ്ബ് നമുക്ക് ഇസ്സത്ത് നൽകും, പ്രതാപം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ ആദർശം സ്വീകരിക്കുന്ന, അത് മരണം വരെ കൊണ്ടു നടക്കുന്ന, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തുനിന്ന് അപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിലിരിക്കുന്ന ഒരു സഹോദരന്റെ പിതാവ് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ നമ്മളെ ഈ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.